ഇന്നലെ എല്ലാ മാധ്യമങ്ങളും, നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് രാഹുൽ ഈശ്വറിനെതിരെ ആ പരാതിക്കാരി ഒരു പരാതിയുമായി വരുന്നിട്ടുണ്ട്, തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അത് പൂങ്കുഴലി മാഡത്തിന് കൊടുത്തു. പൂങ്കുഴലി മാഡം അത് സൈബർ പോലീസിന് കൈമാറി എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് വിശ്വസിച്ച് ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് എൻ്റെ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് എൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റിനോട് ഇനി അവർ ജാമ്യം ക്യാൻസൽ ചെയ്യാനാണ് സമീപിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ, അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് പറയാൻ പറ്റൂ, ഈ 11:15 ഞാൻ SHOയെ കണ്ടത്. അപ്പോൾ SHO പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ സത്യം പറയുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സത്യം നിങ്ങളോട് പറയുന്നത്. കംപ്ലൈന്റ് എത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അഡ്വക്കേറ്റിന്റെ, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിന്റെ, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന്റെ വെരിഫിക്കേഷനും വാലിഡേഷനും കഴിഞ്ഞ് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് 3 കോടതികളിലെ അഡ്വക്കേറ്റ്സിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് പറയുന്ന ഓരോ വാക്കും ഓരോ വരിയും കൃത്യമാകണം എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം പറയാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്കറിയില്ല ആ കുട്ടി പരാതി കൊടുത്തു എന്ന അസംഷനിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു, രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ പരാതിക്കാരി പരാതി കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും വാർത്ത നൽകിയിട്ടുള്ളത്. അത് പൂർണ്ണമായും തെറ്റാണ്. എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. ഇത് മനഃപൂർവ്വം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. 2, ഏറ്റവും പ്രധാനം, 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഓർക്കണം, 16 ദിവസം. ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല. ഞാൻ ശ്രീ ദിലീപിനെയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും വേടനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട്, അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിന്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല. ഞാൻ 16 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതിന്റെ കാരണം, യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ്. ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. അവരെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം. പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ കരിവാരിത്തേക്കാനാണ്. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ, അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നതുകൊണ്ടാണ്. കുത്തിപ്പൊട്ടിക്കുന്നു എന്നല്ല, ഞാൻ പൊളിച്ചു കളയുന്നതുകൊണ്ടാണ്. നീ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥം വ്യാഖ്യാനം. അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവുകൾ, അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ, അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം. അത് പല രീതിയിലുണ്ട്. അതിന്റെ ഒരു വ്യക്തിയാണ് മുകേഷിന്റെ ഒരു ശത്രു പോക്സോയിൽ പെടുത്താൻ മുകേഷിനെ കൊടുത്തു. ആത്യന്തികമായി കേസ് നിൽക്കില്ലെന്നറിയാം, പക്ഷെ മീഡിയയിലൊക്കെ ഒന്ന് വാർത്ത വരണം. ഇയാൾ അത്യാവശ്യം ഒന്ന് നാറണം, ഇയാൾ അത്യാവശ്യം ഒന്ന് മോശക്കാരനാകണം. ഇത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ ആ മീഡിയ നറേറ്റീവുകളെ എതിർക്കുന്നതായതുകൊണ്ടാണ്. 2, ഇതിൽ ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ പരാതിക്കാരിയുടെ ഹസ്ബൻഡ്, നിങ്ങൾ മീഡിയക്കാരെ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു. അയാൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് കാണിക്കാത്തത് എനിക്ക് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു, ആ വീഡിയോ നിങ്ങൾ കാണിക്കണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് വീണ്ടും പറയും. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം പരാതി വരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് രൂക്ഷമായി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിയുന്നത്ര പരാമർശം പറയരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്ന് പ്രസ് മീറ്റുകൾ, പത്രക്കാരെ കണ്ടു, DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു, അയാൾ വീഡിയോ ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അയാളെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ അയാളാണ് അതിജീവിതൻ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ്. കാരണം അവന്റെ ജീവിതം തകർന്നു, അവന്റെ സമ്പത്ത് തകർന്നു, കല്യാണം കഴിച്ചിട്ട് അവന്റെ കുടുംബം തകർന്നു. അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ട വീഡിയോ ഈ പെൺകുട്ടിക്ക് പ്രകോപിതമായി. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ കല്യാണം കഴിച്ചതാണെന്നുള്ള വസ്തുത എല്ലാവരോടും ഒരു മറച്ചു വെച്ചു. 2, നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മ കാണും, ആ പെൺകുട്ടി പറഞ്ഞത് 4 ദിവസമേ കല്യാണമുള്ളായിരുന്നു, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞുവെന്ന്. അത് 2ഉം പച്ചക്കള്ളങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ? കല്യാണം ഒഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയേ ഇല്ല. കല്യാണം ഒഴിഞ്ഞെങ്കിൽ എങ്ങനെയാ ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഒരു ഭർത്താവ് ഉണ്ടാകുക? ആ ഭർത്താവ് വന്ന് ആ പെൺകുട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കുകയും വസ്തുതകൾ തുറന്നു പറയുകയും ചെയ്തതിന് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പകരം എനിക്കെതിരെ ദേഷ്യം തീർക്കുകയാണ്. ഇത് ഒരു പാറ്റേൺ ആണ്. അതായത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ നമ്മുടെ അഭിനയത്തിന്, എനിക്കിഷ്ടമുള്ള ഒരു അഭിനയത്തിന് പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല, ഹണി റോസ് അടക്കമുള്ളവർ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. റിനി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. ഈ പരാതിക്കാരി വന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ?
എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ. സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളത് കൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇതൊരു പാറ്റേൺ ആണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബോബി ചെമ്മണ്ണൂറിന്റെ കേസിൽ എനിക്കെതിരെയാണ് പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആദ്യ പരാതിയിൽ എനിക്കെതിരെയാണ് പരാതി, ഇപ്പൊ ഈ ഭർത്താവിനെതിരെ കൊടുക്കുന്നതിന് വരെ എനിക്കെതിരെയാണ് പരാതി. അത് ചെയ്യുന്നത് ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിൽ എൻ്റെ ഫുൾ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ്, ഓരോ വരിയിൽ കുത്ത് കോമ പറയുന്ന ട്രാൻസ്ക്രിപ്റ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു. കാര്യം ഞാൻ സത്യം പറയുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇയാൾ കള്ളം പറയുകയാണ്, പ്രോസിക്യൂഷൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അങ്ങനെ പുള്ളി പ്രതീക്ഷിച്ചില്ല, പുള്ളി ഒന്ന് പരിങ്ങിയിട്ട്, അല്ല അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതായത് കോടതി പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ പറയണം, അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതുകൊണ്ട് വള്ളി പുള്ളി വിടാതെ ആ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തു, ഇവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. ആദ്യം ആ രണ്ട് വകുപ്പുകളാണ് പോലീസുകാരിട്ടത്. ഇത് രണ്ടും നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ വളരെ വേഗമായിട്ടൊരു വകുപ്പ്, സെക്ഷലി കളേർഡ് റിമാർക്സ് കാരണം അധിക്ഷേപിച്ചു. ഏത് സെക്ഷലി കളേർഡ് റിമാർക്ക്? പോലീസ് കോടതിയിൽ അത് പറയുന്നില്ല, പകരം അധിക്ഷേപിച്ചത് വളരെ ഗൗരവതരമായ കുറ്റമാണ്, ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നാളെ നിങ്ങൾ മീഡിയക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ അധിക്ഷേപ വീഡിയോ ചെയ്തു, നാളെ നിങ്ങൾക്കെതിരെ വരില്ലേ ഒരു അധിക്ഷേപ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ? അതിന് 16 ദിവസം, അത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം, 16 ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിന്റെ പ്രശ്നം സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ്. ഇനി ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ അറിയാം? അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയുമുണ്ട്. ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി. അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ? ചുമ്മാ അടുത്തങ്ങ് പ്രയോഗിക്കുകയാണ്. ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാവൂ? ഈ അതിജീവിത എന്ന വാക്ക് നമ്മുടെ നിയമ സംവിധാനം നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവൾ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ്. അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ, പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു, അതിന് തെളിവുകളുണ്ട്, കോടതി അവരെ ശിക്ഷിച്ചു, അവരൊരു അതിജീവിതയാണ്. ഈ സ്ത്രീ എങ്ങനെ അതിജീവിതയാകുന്നു? ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരികയാണ്. എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ അവരെ അതിജീവിതയാക്കുന്നത്? പരാതിക്കാരി എന്ന് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് പരാതിക്കാരി ആണോ എന്നും അറിയില്ല. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ മീഡിയ പറ്റിച്ചതാണോ എന്നും എനിക്കറിയില്ല. അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ നാച്ചുറൽ റിപ്പോർട്ട് ചെയ്യും. എനിക്കറിയില്ല, മീഡിയക്കാരെ തന്നെ ചോദിച്ചാൽ മതി. ഞാനപ്പോൾ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും, ഞാൻ ദൈവത്തെ ഓർത്ത് ഇത് പറയുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? എനിക്ക് ജയിലിൽ കിടക്കുന്ന പുത്തരിയല്ല, ഞാൻ ശബരിമല കേസിന് കിടന്നിട്ടുള്ളതാണ്. 2-3 തവണ ശബരിമല കേസിലിട്ടു, അന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തി. ഇത് ചെയ്യുന്നതൊന്നും എൻ്റെ വീട്ടിൽ അരി മേടിക്കാനല്ലല്ലോ, ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാവാനല്ലല്ലോ, ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ. കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും കരുതിയോ 4-1 എന്ന 5 അംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിന്യായം മാറും? ഇന്ത്യയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിയോ? ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു? എല്ലാവരും, രാഷ്ട്രീയ പാർട്ടികളല്ല, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നോടൊന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ്, ഞാൻ എന്നെ നെഞ്ചിൽ ചവിട്ടിയെ കയറൂ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്ന് പറയണേന്ന് പറഞ്ഞ മീഡിയക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, അത് എന്തിനാണ്? നാളെ അവിടെ സ്ത്രീകൾ കയറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് പറയുന്നത്. അങ്ങനെ മോശമായിട്ടൊന്നുമല്ല. അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിന്യായം മാറുമെന്ന്? അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ്. ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന, തൊട്ടു നോക്കാൻ കഴിയുന്ന സത്യമാണ്. ഇത് തന്നെ ആലോചിച്ച് നോക്കുക, എന്നെ 16 ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ട്? അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക, മെനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. പെട്ടെന്ന് ഞാൻ ഇതിൽ 2-3 പോയിന്റുകൾ വായിച്ച് നിങ്ങളുടെ ഇതിലേക്ക് വരാം.
രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലെ പരാതിക്കാരി, ദൈവത്തെ ഓർത്ത് പരാതിക്കാരി, ഇരയല്ല, അതിജീവിതയല്ല, പരാതിക്കാരി മാത്രമാണ്. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, കോടതിയുടെ വിധിയാണ്. അവരൊരു പരാതിക്കാരിയാണ്. ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ്. കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി. ഈ 2 സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും, പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെ ഉള്ള സ്ത്രീകളും ഓർത്തിരിക്കണം. IPC 211, BNS 248. കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇൻജുറി ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരാളെ കള്ള പരാതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ വകുപ്പുകളാണ്. എനിക്കെതിരെയുള്ള സെക്ഷന് 1 വർഷമേ തടവുള്ളൂ. ഈ സെക്ഷന് 3 വർഷം മുതൽ 5 വർഷം വരെ തടവുള്ള സെക്ഷനാണ്. ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ അത് കൊടുത്തിടണം. ഇത് പോലീസുകാർ ഇതിനെതിരെ നടപടി എടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അല്ല. അത് പോലീസുകാരുടെയും കുറ്റമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആ 211 BNS 248 പ്രകാരം ഞാൻ പരാതി കൊടുത്തു. പരാതിക്കാരിയുടെ, ഇതാണല്ലേ പോയിന്റ്, പരാതിക്കാരിയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിൽ പ്രകോപിതയായിട്ടാണ് എനിക്കെതിരെ പരാതി നൽകിയത്. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഭർത്താവിന്റെ വീഡിയോ വന്നിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടും. ഡിസംബർ 4, 2025 രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച വിധി പ്രകാരം പരാതിക്കാരി അതിജീവിതയല്ല. ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് 14ാം പേജിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിർബന്ധിത ഗർഭചിത്രം മാത്രമേ നിലനിൽക്കൂ. അതിന് ഈ അതിജീവിത എന്ന് പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന വകുപ്പിന്റെ പ്രൊട്ടക്ഷനും ഇല്ല. അതായത് ആരുടെ പേരാണ് നമുക്ക് പറഞ്ഞുകൂടാത്തത്, ആരെയാണ് അതിജീവിത എന്നോ വിക്ടിമെന്നോ ഇരയെന്നോ വിളിക്കുന്നത്. സെക്ഷുവലി റിലേറ്റഡ് ഒഫൻസസിന് പാത്രീഭവിച്ച അല്ലെങ്കിൽ സെക്ഷുവലി റിലേറ്റഡ് ഒഫൻസ് ഏത് പെൺകുട്ടിക്കെതിരെ നൽകിയോ അവളെയാണ് നമ്മൾ സർവൈവർ എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇരാന്നോ ഒക്കെ വിളിക്കുന്നത്. ഇല്ല, അപ്പോ അവളോടൊപ്പമോ അവനോടൊപ്പമോ അല്ല, സത്യത്തോടൊപ്പം നിൽക്കണം. അങ്ങനെ പലപ്പോഴും നിൽക്കാത്തത് കൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ആവശ്യം വേണ്ടി വരുന്നത്. ഒരു പരാതി വന്നാൽ കൂടെ നിൽക്കാൻ, സത്യം അറിഞ്ഞിട്ടും കൂടെ നിൽക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മളെല്ലാം, ഞാനും മാധ്യമപ്രവർത്തകനാണ് 20 വർഷമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ചല്ലേ ഈ പ്രൊഫഷനിലേക്ക് വരുന്നത്. എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിനുണ്ടാക്കാം, എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിന് പോസിറ്റീവായി ചെയ്യാം, എന്തെങ്കിലും സത്യത്തിലും ആദർശത്തിലും, ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വരുന്നത്. ആ ആദർശത്തിന്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യസന്ധമായി നിങ്ങൾ ചിന്തിക്കണം. ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഏറ്റവും നല്ല പതിപ്പല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ബഹുമാനപ്പെട്ട മീഡിയ, ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട മീഡിയ, ബഹുമാനപ്പെട്ട പോലീസ് അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണം. ഇനിയും ജയിലിൽ പിടിച്ചിടാനുള്ള പരിപാടികളല്ല നോക്കേണ്ടത്. ഭരണഘടന എനിക്ക് ഉറപ്പു തരുന്ന മൗലിക അവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യം, വിമർശന സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 പരിധിയിൽ വരുന്നതിന് ഉള്ളിൽ നിന്നുകൊണ്ടും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അഥവാ യുക്തിസഹമായ കാര്യകാരണ അടിസ്ഥിതമായ റെസ്ട്രിക്ഷൻസിന് ഉള്ളിൽ നിന്നുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഒരു അധിക്ഷേപവുമില്ല, ഒരു സെക്ഷലി കളർഡ് റിമാർക്കുമില്ല. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല. ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഇടുന്നതിൽ പോലും പ്രശ്നമില്ല, എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല. കാര്യം ആ പെൺകുട്ടി അതിജീവിതയല്ല. എന്തിന്? ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇട്ട വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തു പോലും ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോ ആണ്. ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരു ആശയമായിട്ട് മുന്നോട്ട് വരാൻ തന്നെ കാരണം ഇതുപോലുള്ള വ്യാജ പരാതികളാണ്. ഞാൻ അതിനകത്ത് ഒരു വിക്ടിമും കൂടെ ആയതുകൊണ്ട്, വിക്ടിം രാഹുലിനൊക്കെ നേരിട്ട് അറിയാവുന്നതാണ്. ഒരു ആൾക്ക് എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുക്കുന്നു, അത് ഗംഭീരമായ വാർത്തകൾ. പക്ഷെ കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. കോടതിയിൽ എനിക്ക് എടുത്തു കളയാണ്. അപ്പൊ അത്തരം ഒരു അനുകൂലമായ ഒരു വിധി എനിക്ക് എത്രയും പെട്ടെന്ന് കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പൊ അതോടുകൂടി എനിക്ക് ആദ്യമാണ് എനിക്കൊന്ന് മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ ഭാഗത്ത് നിന്ന് അത്ര ശക്തമായ തെളിവുണ്ടായിരുന്നു. അതായത് മുകേഷിനോട് ആ പെൺകുട്ടി കാശ് ചോദിച്ചു. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടി ഒരു വോയിസ് നോട്ടായിട്ടാണ് കാശ് ചോദിച്ചത്. ഇല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്നും പക്ഷേ വേണ്ട രീതിയിൽ റെക്കോർഡ് പോലും നമ്മൾ ചെയ്ത് വെക്കാറില്ല. മുകേഷിന്റെ ഭാഗ്യത്തിന്
ആ പെൺകുട്ടി വോയിസ് നോട്ട് ആയിട്ട് ചോദിച്ചു. ആ പെൺകുട്ടി അച്ഛന് വയ്യ, അതിന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് വേറെ ആരെയും കാശ് എടുക്കുകയാണോ വേണ്ടത്? ആ കാശ് കൊടുത്തില്ലെങ്കിൽ വ്യാജ പരാതി കൊടുക്കുകയാണ്. മുകേഷിന്റെ ഭാഗ്യത്തിന് വോയിസ് നോട്ട് ആയിട്ട് മുകേഷിന്റെ മൊബൈലിൽ കിടപ്പുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിലും ഈ കേസ് അന്വേഷിച്ച സ്റ്റേഷനിൽ നിന്ന് കോടതിയിലോട്ട് റിപ്പോർട്ടും കൊടുത്തു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നും വ്യാജമായ പരാതിയാണെന്നും വകുപ്പുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ആ വാർത്ത കാര്യക്ഷമമായിട്ട് അത് അങ്ങനെയാണ് എപ്പോഴും. നമ്മളിപ്പം മറിച്ചാണ് വാർത്ത വന്നിരുന്നെങ്കിലോ, പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ എനിക്ക് പ്രതികൂലമായിട്ട് വാർത്ത വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. മുകേഷ് എം നായർ കുറ്റം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തി, മുകേഷ് എം നായർക്കെതിരെ പോലീസ് ശക്തമായ തെളിവുകൾ എന്ന് പറയും. മുകേഷ് എം നായർ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു വ്യാജ പരാതിയാണ്, ഇങ്ങനെ സെഷൻസ് എല്ലാം പോലീസ് അന്വേഷിച്ച് നീക്കം ചെയ്തത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് കൂടി ഇനി നമുക്ക് റെപ്യൂട്ടേഷനിലെ സ്ത്രീകൾക്ക് മാത്രമാണോ? ഇനി അതിന്റെ സീരിയസ്നെസ് എന്താ? മുകേഷ് ഇവിടുത്തെ ഒരു സ്കൂളിൽ പരിപാടിക്ക് വിളിച്ചതിന് ആ പ്രിൻസിപ്പളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ. ദൈവത്തെ ഓർത്ത് ഞാനോ മുകേഷോ ആണുങ്ങളോ നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാളാണെന്ന് കൂടെ കൺസിഡർ ചെയ്യണം. ഒറ്റ കാര്യം കൂടെ, ഈ വ്യാജ പോക്സോ കേസ് കൊടുത്തവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനി ഇത് ചെറിയ മുകേഷ് കറക്റ്റാണ്. വ്യാജ പോക്സോ എന്ന് കോടതി പറഞ്ഞ കേസിൽ, മുകേഷിന്റെ കേസിൽ വ്യാജ പരാതി എന്ന് കോടതി കണ്ടെത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേസിൽ, ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാറുണ്ട് സാധാരണ, ഇപ്പൊ പറയുന്നില്ല, ഞാൻ എന്റെ പേര് അടുത്ത വർഷമാവണ്ട.